എനിക്ക് എങ്ങനെ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? അവളുടെ സൈൻ പോലും സൈൻ അടക്കം ചെയ്തിട്ടുള്ള മേടിച്ച റെക്കോർഡ്സ് ആണത്. ഈ ന്യൂസ് കണ്ട് നമ്മൾ അടിക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. 1,00,000 രൂപ ചോദിച്ചിട്ടുണ്ട് ത്രൂ ദ വാട്സ്ആപ്പ്. അത് പ്രൂഫ് ഇന്നും കയ്യിലുണ്ട്. പക്ഷെ ഇതിപ്പോ ഇത് കണ്ടത് നിങ്ങൾ ചോദിക്കുന്നത് അത് ഞാൻ നിങ്ങൾ പറയുന്നില്ല 1994 നമ്മളായിട്ട് പറയുന്നതല്ല. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി അതെ അതെ ഇത് അതിൽ ആ CA പോലും പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഞാൻ പേടിച്ചു പോയി. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിലിം കാസറ്റ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ച കേരള ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറായ മിസ്റ്റർ അബിൽ ദേവാണ്. സർ, വെൽക്കം ടു ദ ഷോ. സാർ, ഈ അടുത്തിടെ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയുണ്ടായി. ഇപ്പൊ മുഖ്യധാരയിലുള്ള എല്ലാ ചാനലുകളെയും വിളിച്ചുകൊണ്ടിരുന്ന പ്രസ് മീറ്റ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കാനിടയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ് മീറ്റ് തന്നെയാണ്. ഓഗസ്റ്റ് 25-നാണ് സാർ നടത്തിയത്. അതിന് കാരണം എന്തായിരുന്നു? ആക്ച്വലി ഇത് ഇപ്പൊ നടന്ന കഥകളൊന്നല്ല. 2021 ഇതിന് സംഭവത്തിന് ആസ്പദമായ കഥകളൊക്കെ നടക്കുന്നത് ഒരു 3.5 വർഷം മുമ്പാണ്. 2021 ജൂൺ 15-ാം തീയതി എന്ന് പറയുന്ന ഈ കുട്ടി ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. എന്നെ മെന്റലി, വെർബലി, ഫിസിക്കലി, ഇമോഷണലി പീഡിപ്പിച്ച 14 പേരുടെ പേര് ഞാൻ വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ വേറൊരു പോസ്റ്റും കൂടി വന്നു. ഈ ആളുകളുടെ എല്ലാം ഫോട്ടോസ് നമ്മളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്നതും അല്ലെങ്കിൽ പീഡിപ്പിച്ചതുമായിട്ടുള്ളൊരു പോസ്റ്റ് ആയിരുന്നു. പെട്ടെന്ന് ഈ പീഡനം എന്ന് പറയുന്ന സമയത്ത് അറിയാലോ, ഫിസിക്കലി, മെന്റലി, വെർബലി എന്ന് പറയുന്ന വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മെന്റലി, വെർബലി, ഇമോഷണലി 4 കാറ്റഗറി പറഞ്ഞു. അപ്പൊ ഈ പീഡനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാര് ഈ 3 വേർഡുകൾ അവിടെ മറക്കും. ഏത്? വെർബലിയും മറന്നു, ഇമോഷണലിയും മറന്നു, അത് മറന്നു. ഒരൊറ്റ വേർഡ് അവിടെ മാത്രം ബാക്കിയായി, സെക്ഷുവലി. ഈ ഒരു വേർഡ് വന്നു. അപ്പൊ ഈ കുട്ടി ഈ പോസ്റ്റ് ഇടുകയുണ്ടായി. ആദ്യത്തെ 2-3 ദിവസം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കാരണം എല്ലാ ആളുകളും എടുക്കുന്നത് അത് ഫിസിക്കൽ പീഡനം അല്ലെങ്കിൽ സെക്ഷൽ പീഡനം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പോസ്റ്റ് ഇട്ടു. 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടി വീണ്ടും ഒരു ലൈവ് വരികയുണ്ടായി. ആ ലൈവ് വന്നപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഈ 14 പേർക്ക് കുറച്ച് സമാധാനം ഉണ്ടായ ലൈവായിരുന്നു. കാരണം എങ്ങനെയാണ് ഞങ്ങൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് ഈ കുട്ടി എന്നെ വ്യക്തമാക്കി. അപ്പൊ ഞാൻ അതില് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. അതിലെ 5-ാമത്തെ പേര് എൻ്റെതായിരുന്നു. അപ്പൊ ആ കുട്ടി എൻ്റെ പീഡനമായിട്ട് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്നേഹദാരിദ്ര്യമുള്ള ആളാണ്. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത്രേ, എന്നോട് സ്നേഹമില്ലാത്തത്. ഇതാണ് എൻ്റെ പീഡനം. അപ്പൊ ഈ കുട്ടി പോസ്റ്റ് ഇട്ട സമയത്ത് ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാൽ, ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് ഏറ്റെടുത്തു. അത് അബിൽ ദേവ് എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ടല്ല, പക്ഷെ അതിലുള്ള ചില ആളുകൾ മുഖ്യധാരയിൽ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് 14 പേരിലുള്ളവരെല്ലാം തന്നെ മുഖ്യധാരയിലുള്ള എല്ലാവരും ഇല്ല, ചില ആളുകൾ. അപ്പൊ ചില ആളുകളുടെ പേരുകൊണ്ട് ഈ പോസ്റ്റ് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അത് വളരെയധികം വൈറലായി മാറിയത്. അപ്പം ഞാൻ പറഞ്ഞ ഈ കുട്ടി വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓരോ ആളുകളുടെ പീഡനങ്ങൾ പറഞ്ഞു. അതിൽ ഓരോ വ്യക്തികളുടെ പീഡനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സെക്ഷൽ പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് ആ വീഡിയോയിൽ എവിടെയും ഇല്ല, ഉണ്ടായിട്ടില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് സമാധാനം, നമുക്ക് ഒന്ന് മറ്റുള്ള ആളുകളിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ലെവലാണ്. നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നടൻ നിവിൻ പോളിയുടെ ഒരു അലിഗേഷൻ വന്നു. അതിൻ്റെ നിജസ്ഥിതി ഒന്നും പറയാൻ ഞാൻ ആളല്ല, അതിൻ്റെ സത്യം എന്താണ്, ശരി എന്താന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ നിവിൻ പോളി പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ഭീകരമാണ്. മനസ്സിലായില്ലേ? ഇത് ആരുടെ ഭാഗത്ത് ശരിയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. ഞാൻ പറയുന്നത്, ഞാനിവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മറ്റുള്ള സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നുമല്ല എന്റെ സബ്ജക്റ്റ്. നിരപരാധികളെ സംബന്ധിച്ച് ഇത് ചെയ്യാതെ വന്ന ഒരു ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ, പക്ഷെ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നം, ആ വേർഡ് ഇപ്പൊ നിവിന്റെ പേര് ഞാൻ പറയാനുള്ള കാരണം, നിവിൻ ഈ വേർഡ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇത് ഞങ്ങൾക്കും കുടുംബമുണ്ട്, ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്ന ഒരു വേർഡ് സംസാരിക്കുകയുണ്ടായി.
ഇന്ന് വേറെ ഒരു SIക്കെതിരെ CIക്കെതിരെ ഒക്കെ ഒരു പരാതി ഇപ്പൊ പോയിട്ടുണ്ട്. അതിന്റെ നിജസ്ഥിതി നമുക്കറിയില്ല. അതിൽ ആ CI പോലും പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഞാൻ പേടിച്ചു പോയി. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അദ്ദേഹത്തിന്റെ വീഡിയോ. അപ്പൊ ഒരു CI റാങ്കിൽ വരുന്ന ഒരു വ്യക്തി പോലും അത് സത്യമാണോ കലകാണോ, അത് ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി പോലും പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു കുടുംബം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഏത് രീതിയിൽ എഫക്ട് ചെയ്യുന്നുള്ളത് ചിന്തിക്കാം. അതിപ്പോ നടന്നതല്ല. ഈ 2021 ഇങ്ങനെ ഒരു സംഭവം ഉന്നയിക്കുമ്പോൾ, ഈ ഒരു പോസ്റ്റ് വൈറലാകുമ്പോൾ സാറിന്റെ ഫാമിലിയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും. കാരണം നമ്മള് ഇത് പോസ്റ്റ് വരുന്ന ഒരു രാത്രിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ കഥയിലേക്ക് വരാം. അതിനു മുമ്പ് ഇത് ഇടുന്നത് ഒരു നൈറ്റിലാണ്. അപ്പൊ എനിക്ക് ഈ കുട്ടിയെ ഞാൻ ഫോളോ ചെയ്യുന്നതോ കുട്ടി എനിക്ക് ഇതിന്റെ കഥകളൊന്നും അറിയില്ല. ഞാൻ ഇത് അറിയുന്നില്ല. ഞാനിത് അറിയുന്നത് നേരത്തെ നമ്മൾ കിടന്നുറങ്ങുന്നു, പുലർച്ചെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് മെസ്സേജിന്റെ പെരുമഴയാണ്. ഇതിങ്ങനെ ഞാൻ ബീപ്പ് ശബ്ദത്തിലാണ് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, മെസ്സേജ് വരുന്ന ശബ്ദത്തിലാണ് ഇരുന്നത്. പെട്ടെന്ന് എടുത്തു നോക്കുന്നു, ഈ ന്യൂസ് കണ്ട് നമ്മൾ അടിക്കുന്ന ഒരു ഷോക്ക് ഉണ്ട്. എന്താണിത് എന്നുള്ളത്. കാരണം അന്ന് എനിക്കൊരു 10-20 പേരാണ് അയക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എൻ്റെ പേര് മാർക്ക് ചെയ്ത് അയക്കുന്നു. നമുക്ക് ഭീകരമാണ്. നമുക്ക് എന്താണ്, കൂടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് പറയാ? കാരണം ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല, അന്ന് ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പം അത് എന്താണ് ഞാൻ പറഞ്ഞ മാതിരി ഫിസിക്കൽ, ഇത് എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഇങ്ങനെയുള്ള ഒരു കേസ്. അല്ല, ഇത് നമ്മൾ ആദ്യം ഒരു ഷോക്ക് അടിക്കും അല്ലെ. ഇത് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്, ഇതെന്താ അവിടെ സംഭവിക്കുന്നത്? എല്ലാ സ്ഥലത്തും ഈ സാധനം കത്തിപ്പടരുന്ന കൺമുമ്പിൽ കാണാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രഷറായിരുന്നു, താങ്ങാൻ കഴിയാതെ. എങ്ങനെയാണ് കാരണം നമ്മൾ ഗ്രൂപ്പിൽ വരുന്നു, പേഴ്സണലായിട്ട് പല ആളുകൾ അറിയുന്നു. നമ്മളെ ഈ കുട്ടി ഒരു മോഡലാണ്. അപ്പോൾ അറിയില്ല, മോഡലിംഗ് ഫീൽഡിലുള്ള ഒരു നേരം കൊണ്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് ഇത് വ്യാപിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഇപ്പം ഈ കേരള ഫാഷൻ ലീഗിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ഇപ്പൊ ന്യൂ കമ്മേഴ്സിന് അവസരം കൊടുത്തൊരു വ്യക്തിയാണ്. ഒരുപാട് പേര്, ഒരുപാട് മോഡൽസോട് ഡീലിംഗ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം, അതായത് ഇങ്ങനെ അലിഗേഷൻസ് ഒക്കെ ഈ ഒരു ഫസ്റ്റ് ആണ്. അല്ല, ഇത് ഇനിയിപ്പോ ഇതിന്റെ ഒരു പ്രശസ്ത കാര്യം സംസാരിക്കാനുള്ളത് എങ്ങനെയാണ് രേവതി സമ്പത്തായിട്ടുള്ള പരിചയം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി കുറെ ന്യൂ കമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാൻ ഒരു തിരുത്താണ്. ഇപ്പം ഈ കേരള ഫാഷൻ ലീഗിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉത്സവം പോലെ നടക്കുന്ന ഒരു ഷോയാണ്. കാരണം ഇത് തുടങ്ങുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വർഷമായി. ഈ വരുന്ന 2000 സെപ്റ്റംബർ 18 10 വർഷം തികയാണ്. ഇന്നിപ്പോ 10th ആനിവേഴ്സറി ആണ് ആക്ച്വലി KFL ഇന്ന് ജനിച്ചിട്ട്. 2015 സീസൺ 2 കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി എന്നെ ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്നത്. ഫോൺ വഴി. ആ കുട്ടി ചൈനയിൽ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBBS പഠിക്കുന്ന ഒരു ഡോക്ടറാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻ്റ് ആണ്, MBBS സ്റ്റുഡൻ്റ് ആണ്. സാറിൻ്റെ ഷോയിൽ എനിക്ക് പങ്കെടുക്കാൻ വളരെയധികം താല്പര്യമുണ്ട്. അപ്പം എൻ്റെ ഷോയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ കുറേ പേർക്ക് അവസരം കൊടുത്തു എന്ന് പറയുന്നത്, കാരണം അബിൽദേവ് ഇന്ന് വരെ അങ്ങനെ അവസരം കൊടുത്തു എന്ന് പറയാനില്ല. കാരണം പ്രൊഫഷണൽ മോഡൽസ് മാത്രം വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ ഷോ. കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ആ പ്ലാറ്റ്ഫോമിൽ ഷോയിൽ അന്ന് വർക്ക് ചെയ്തത്. എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതും ബോംബെയിൽ നിന്ന് വന്നതായിട്ടുള്ള മോഡൽസുകൾ. അപ്പൊ ഇത് കാസ്റ്റ് ചെയ്യുന്നത് അബിൽദേവ് അല്ല, കാരണം ഞാൻ അന്ന് തുടങ്ങുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മോഡലിനെ ഫിക്സ് ചെയ്യുന്നതൊക്കെ അതാതായിട്ടുള്ള ഒന്നില്ലെങ്കിൽ അതിന്റെ മോഡലിംഗ് ഏജൻസികളോ അതല്ലെങ്കിൽ അന്ന് വർക്ക് ചെയ്തിരിക്കുന്ന ഷോ ഡയറക്ടേഴ്സോ അതോറിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അവർക്കാണ്, ആ അതോറിറ്റിക്ക് നമ്മൾ അവരുടെ റെമ്യൂണറേഷനും കാര്യങ്ങളും നമ്മൾ പേ ചെയ്യുന്നു. അവരാണ് ഇവരെ ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ 1-2 ഷോ കഴിഞ്ഞു. അപ്പൊ കുറേ ആളുകളുടെ ആഗ്രഹങ്ങൾ നമ്മളെടുത്ത് പങ്കുവെക്കുന്നുണ്ട്. സാർ വർക്ക് ചെയ്യാൻ താല്പര്യം. അപ്പൊ എന്നെ പേഴ്സണലി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അതിൽ ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്. അപ്പം ഈ സീസൺ 2 കഴിഞ്ഞ്, സീസൺ 2 ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം ഒത്തിരി ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകളും സെലിബ്രിറ്റീസ് എല്ലാം പങ്കെടുത്തുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ സീസൺ 3 എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്ന എക്സ്പെക്ടേഷന്റെ മുകളിലാണ്. അപ്പൊ ഈ കുട്ടി എനിക്ക് തോന്നുന്നു 2015
ഒരു ഒക്ടോബർ സമയത്തൊക്കെയാണ് എന്നെ കണക്ട് ചെയ്യുന്നത്. എന്നെ കോണ്ടാക്ട് ചൈനയിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് ഇത്രയും ഓർത്ത് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്റെ ഈ KFL എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്റെ ഒരു ബേബി പോലെ കാണുന്ന, അതിന്റെ ഓരോ സീസണും എന്നാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. ആ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്റെ മോളും ഈ KFL ഒരേ വർഷം ജനിച്ചത്. അപ്പൊ ഒരു മോൾ തന്നെയാണ് ഞാൻ ബേബി പോലെ കാണുന്ന പ്രൊഡക്റ്റ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അതിന്റെ ഓരോ സീസണുകൾ ഏതാണ്, അന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്, എത്ര സെലിബ്രിറ്റീസ് ഉണ്ട്, ഏതൊക്കെ ഡിസൈനേഴ്സ് ആണ് എനിക്ക് കാണാപ്പാടായിട്ട് അറിയാം. അപ്പൊ ഈ കുട്ടീന്റെ കാര്യത്തിൽ ഞാൻ ഇത്രയും ഓർത്ത് വെക്കാൻ, ഒന്ന് ചൈനയിൽ നിന്ന് വിളിക്കുന്നു, ആഗ്രഹം പറയുന്നു, സർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മളെടുത്ത് അത്രയും പ്ലീസിങ് ആയിട്ട് സംസാരിക്കണം. അപ്പൊ എനിക്ക് അന്നും ഓർമ്മയുണ്ട്, നമ്മൾ വൈഫുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഒരു ഡോക്ടർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഒരു റാമ്പിലേക്ക് എൻ്റർ ആകാൻ പറ്റില്ല. ഒരു മിനിമം റിക്വയർമെന്റ് ഉണ്ട് ഇതിന്. കാരണം ഹൈറ്റ് വേണം. അപ്പൊ നമ്മളൊക്കെ അന്ന് ആ സമയത്ത് 5'6" കുറഞ്ഞ കുട്ടികളെ എടുക്കില്ല. ഐ തിങ്ക് ഈ കുട്ടി 5'8" ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പൊ അന്നൊക്കെ മല്ലു ഇതിലൊക്കെ 5'8" ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ പറയുന്ന താല്പര്യമുണ്ട്. അപ്പൊ ഒരു മോഡൽ ഫീച്ചേഴ്സ് ഉണ്ട് ആ കുട്ടിക്ക്. അപ്പൊ അങ്ങനെ ഓക്കെ, ആ കുട്ടിയുടെ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഷോ വരുമ്പോൾ അപ്ഡേഷൻ തരാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. പിന്നെ റെഗുലർ എനിക്ക് അന്ന് 2-3 തവണ ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷോ അനൗൺസ് ചെയ്ത സമയത്ത് ഈ കുട്ടി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഫോണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് മാർച്ചിലാണ് നടക്കുന്നത്, മാർച്ച് 3-ാം തീയതിയാണ് സീസൺ 3 നടക്കുന്നത്, ആ ഷോയിലേക്ക് നിങ്ങൾ വന്നോളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു മാർച്ച് 1-നും 2-നും പ്രാക്ടീസ് സെക്ഷൻ നടക്കുകയാണ്. 1-നും 2-നും ആ കുട്ടി എത്തിയിട്ടുണ്ട് പ്രാക്ടീസ് സെക്ഷൻ. കാരണം ഡ്രസ് ഫിറ്റിങ്സ് നടക്കുന്നതും ഇതിന്റെ കൊറിയോഗ്രാഫി ട്രെയിനിങ് നടക്കുന്നതൊക്കെ ആ 2 ദിവസങ്ങളാണ്. 3-ാമത്തെ ദിവസം ഒറ്റ സ്ട്രക്ചറിലൊരു ഷോയാണ്. രാവിലെ 10 മണിക്ക് ഷോ തുടങ്ങിയിട്ട് രാത്രി തീരുന്നത് 12-1 മണിക്കാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്, മനസ്സിലായത്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ മോഡൽസ് എന്ന് പറയുന്നത്, അന്ന് എനിക്ക് തോന്നുന്നു 4 പൂൾ മോഡൽസ് ഗേൾസ് ഉണ്ട്, 1 പൂളേ ഉള്ളൂ ബോയ്സ്. 8-10 ബോയ്സും ബാക്കി എല്ലാം സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ. ഡിസൈനേഴ്സ് മോസ്റ്റ് ഓഫ് കേരളത്തിലുള്ള എല്ലാവരും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫേമസ് കേരളത്തിൽ മോസ്റ്റ് ഓഫ് ദ എല്ലാ ടോപ്പ് ഡിസൈനേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അന്ന് ആ കുട്ടി എനിക്ക് തോന്നുന്നു 2-3 റൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഷോ കഴിഞ്ഞു. പിന്നെ ആ ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ കോണ്ടാക്ട് ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ കുട്ടി എന്നെ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ റീസെന്റ് ഞാൻ എൻ്റെ ഡേറ്റ് ഇതിന്റെ ഭാഗമായിട്ട് നോക്കിയ സമയത്ത് ഈ കുട്ടി പറഞ്ഞു, സർ ഞാനൊരു ഹൈദരാബാദിൽ ഒരു ടൈറ്റിൽ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് നോക്കിയ സമയത്ത് ആ പോസ്റ്റ് ഇന്നും ഇതിലുണ്ട്, പോസ്റ്റിലുണ്ട്, ഫേസ്ബുക്കിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്റെ ഷോന്റെ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണം. എന്റെ കേരള ഫാഷനിലേക്ക് ആ കുട്ടിക്ക് ആദ്യമായിട്ട് അവസരം നൽകിയ ഷോന്റെ ഫോട്ടോസ് ഒന്നും ആ ഇതിലില്ല, അത് ഡിലീറ്റഡ് ആണ്. അന്ന് ആ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ അതെല്ലാം ഡിലീറ്റഡാ. അന്ന് നമ്മൾക്ക് ടാഗ് ചെയ്യല്ലോ ഓരോരുത്തർ, നമുക്കറിയാം. ഞാൻ ആ പോസ്റ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കേരള ഫാഷൻ ലീഗിന് ഒരു പോസ്റ്റ് പോലും ആ കുട്ടിയുടെ ഫേസ്ബുക്കിൽ കാണുന്നില്ല. വേറെ ഫോട്ടോസുകൾ ഉണ്ട്, കുറഞ്ഞ ഫോട്ടോസ് ഉണ്ട്. ഇതിൽ ഈ കുട്ടി വിൻ ചെയ്തിരിക്കുന്ന ടൈറ്റിൽ അല്ല, സെക്കൻഡ് റണ്ണറപ്പ്, അത് ഇൻഡ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്, സോഹൻ റോയുടെ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിലാണ് ഈ കുട്ടി പങ്കെടുത്തിരിക്കുന്നത്. അതിൽ ഈ കുട്ടി വിന്നർ ആയിട്ടുള്ള വിൻ ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് ഞാൻ ഇപ്പം പറയാൻ കാരണം 2020 ഈ കുട്ടി ഒരു 1 hour ലൈവ് ഇട്ടിട്ടുണ്ട്. അത് അധിക പേരും ആ ലൈവ് കണ്ടിട്ടില്ല. 2021 ലൈവാണ് നിങ്ങൾ കണ്ടത്. 2020 എൻ്റെ ഫാഷൻ ഇൻഡസ്ട്രീനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈവ് ഈ കുട്ടി ഇട്ടിട്ടുണ്ട്. അത് ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആ ലൈവ് ഇപ്പോഴും ആ കുട്ടിയുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. എന്താണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ചൂഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുനിൽ മേനോൻ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടി തുടങ്ങുന്നത്. ഓൾമോസ്റ്റ് ഒരു 30 വർഷത്തോളം ഫാഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഷോ ഡയറക്ടർ, കൊറിയോഗ്രാഫറാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിൽ പറയുന്നുണ്ട്. മിസ് കേരളയെ കുറിച്ച് പറയുന്നുണ്ട്. മിസ് കേരളയിൽ അന്ന് ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. മിസ് ഇന്ത്യനെ കുറിച്ച് പറയുന്നുണ്ട്. മിസ് വേൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്. മിസ് യൂണിവേഴ്സിനെ കുറിച്ച്. എൻ്റർ ഈ ഫാഷൻ മേഖല എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഏത് 2020 ഇതേ വ്യക്തിയാണ് 2016 ഒരു സബ് ടൈറ്റിൽ ഒരു പ്രോഗ്രാമിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് വിൻ ചെയ്തിരിക്കുന്നത്. 2016 അത് ഇപ്പോഴും ആ ഫോട്ടോ ഫേസ്ബുക്കിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഈ പറയുന്നത് 2020 ജൂൺ മാസം, ജൂലൈ മാസം നിങ്ങൾ ബാക്കോട്ട് പോയി നോക്കിയാൽ കാണാം.
എൻ്റെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ കഥകൾ എന്ന് പറഞ്ഞ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്, ഒരു പക്ഷെ 2016 വിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നീടുണ്ടായ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ അതില് ആ കുട്ടി പറയുന്നത് എൻ്റെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളാണ്. ഒരു വ്യക്തി അവളെ ആ കുട്ടിയെ ഇതാക്കിന്നൊന്നല്ല. മിസ് ഇന്ത്യയിൽ ഈ ചെയ്യുന്ന സിസ്റ്റം എല്ലാം റോങ് ആണ്. ഫെമിന മിസ് ഇന്ത്യ ഞാൻ പറയുന്നത്, മിസ് വേൾഡിൽ നടക്കുന്ന ആ കുട്ടിയുടെ വ്യൂ ആണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ അവളുടെ വ്യൂ പറയുന്നു, ആ കുട്ടിയുടെ വ്യൂ പറയുന്നു, ഇതാണ് ഈ ഫാഷൻ ഇൻഡസ്ട്രി. അപ്പൊ അത് എത്ര പേർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇത്രയും ഇപ്പൊ മിസ് വേൾഡിന്റെ ഒക്കെ കരിയർ ചരിത്രം എടുത്ത് നോക്കി 1950 മുമ്പ് തുടങ്ങിയ ഒരു ഷോയാണ്. ആ സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് പല രാജ്യങ്ങളിലും ഇന്ന് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ ആ സിസ്റ്റം തന്നെ ഇത് പറയുന്നത്. അപ്പം ഇപ്പൊ ഒരു മിസ് ഇന്ത്യയിൽ പങ്കെടുക്കണമെങ്കിൽ ഏജ് കാറ്റഗറി പറയുന്നുണ്ട്, ഇത്ര ഏജ് മുതൽ തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ന ഏജിന് പറ്റത്തില്ല. അപ്പൊ ആ കുട്ടിയുടെ കണ്ണിൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ആള് പിന്നെ 2021 അടുത്ത ലൈവ് അപ്പൊ ഞാൻ ഈ പോയിന്റ് പറയാൻ കാരണം, ഇങ്ങനെ ഈ ഒരു ടൈറ്റിൽ കുട്ടി വിൻ ചെയ്ത കുട്ടി തന്നെയാണ് പിന്നെ മാറ്റി ഈ വ്യൂ തന്നെ അന്നും ഉണ്ടാവില്ലേ. ആ കുട്ടി അന്ന് വളരെ സന്തോഷപൂർവ്വം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, സാർ ഞാൻ അച്ചീവ് ചെയ്തു. അപ്പൊ ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയാം. 2016 തന്നെ ഈ കുട്ടി വീണ്ടും 2 ഷോയിൽ എൻ്റെ പങ്കെടുത്തിട്ടുണ്ട്. അത് എൻ്റെ ത്രൂവിലല്ല. അപ്പത്തേക്ക് എൻ്റെ ഡയറക്ടേഴ്സിനോ ഷോ ഡയറക്ടേഴ്സിനോ കൊറിയോഗ്രാഫേഴ്സിനോ ഒക്കെ ചിലപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അവരാരോ ത്രൂവിലാണ് ഈ കുട്ടി എൻ്റെ 2 ഷോയിലും കൂടി ട്രിവാൻഡ്രത്ത് നടന്ന പ്രോഗ്രാമിലും കൊച്ചിയിൽ നടന്ന പ്രോഗ്രാമിലും ഈ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. ഈ 2016 കൂടി ഈ കുട്ടിയായിട്ടുള്ള എൻ്റെ കോണ്ടാക്ട് അവിടെ തീരാണ്. കാരണം പിന്നെ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല. കാരണം 2017 പിന്നെ എന്റെ ഷോ ഒരു വർഷം നടന്നിട്ടില്ല. അല്ല, എനിക്കറിയാലോ നമുക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ. ഇപ്പൊ താങ്കളെ ഇപ്പൊ ഇന്നൊരു ഇന്റർവ്യൂർ ആയിട്ട് വരുന്നു, ഇവിടെ ഒരു വർക്ക് നടന്നാലല്ലേ നിങ്ങളെ വിളിക്കുക. വർക്ക് നടന്നില്ലെങ്കിൽ ഇവിടുന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. 2017 നിന്ന് കാരണം കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഷോ കേരളത്തിൽ നടന്നിട്ടില്ല, ആ ഇയറിൽ നടന്നിട്ടില്ല. നടക്കുന്നത് 16 നവംബറിൽ കഴിഞ്ഞതിന് ശേഷം 18 ജാനുവരിയിലാണ് 31 എൻ്റെ അടുത്ത ഷോ നടക്കുന്നത്. 18 കണക്റ്റഡ് മാറി, കാരണം ഇവിടുത്തെ ടീമുകൾ മാറി. പിന്നെ എനിക്ക് അന്ന് വരുന്ന എൻ്റെ കൊറിയോഗ്രാഫേഴ്സ്, അതുവരെ വർക്ക് ചെയ്ത ആളുകൾ മാറി, പുതിയ ടീമാണ്. അപ്പൊ അവർക്കാണ് ഞാൻ അതിന്റെ മോഡൽ കാസ്റ്റിംഗ് കോൾസുകളൊക്കെ കൊടുക്കാൻ ഉണ്ടായത്. വേണമെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ അന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി അന്ന് ഉണ്ടാവുക, ആ കുട്ടി കോണ്ടാക്ട് ചെയ്തില്ല. അന്നത്തെ ഷോ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അന്ന് എനിക്ക് തോന്നുന്ന 4 or 5 ഷോ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സുനിൽ മേനോൻ ഉണ്ടായിരുന്നു, ഫഹീം, അന്നത്തെ വേറെ കൊറിയോഗ്രാഫേഴ്സ്. അവർക്കൊരു ലൈൻ ഓഫ് മോഡൽസിനെയാണ് അന്നത്തെ ആ കാലഘട്ടത്തിലെ കുട്ടികൾ വന്നത്. ഈ കുട്ടി അതിലില്ല. 2019 എൻ്റെ ഷോസിൽ ഒന്നുമില്ല. 20 എൻ്റെ ഷോസ് നടന്നു, വിദേശ രാജ്യങ്ങളിൽ നടന്നു, ഇതിലൊന്നും ആ കുട്ടിയില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിലാണ് 2021 ഒരു അൺഎക്സ്പെക്ടഡ്. അപ്പൊ എന്നെ സംബന്ധിച്ച് 17, 18, 19, 20 5 വർഷം വാനിഷ് ആയിട്ടാണ്. ഇതില് എനിക്ക് തോന്നുന്നു 16 ശേഷം ആ കുട്ടി, 17 ശേഷം ആ കുട്ടി വേറെ ഷോയും ചെയ്തിട്ടില്ല. എന്റെ അല്ലാതെ തന്നെ വേറെ ഷോസ് ചെയ്തിട്ടില്ല. 18 ഒരു ഷോയും ആ കുട്ടി പങ്കെടുത്തിട്ടില്ല. 17 ഏതാണ്ട് 1 or 2 ഷോസിൽ ആ കുട്ടി പങ്കെടുത്തിട്ടുള്ള എനിക്കറിയാം. 18 ശേഷം പിന്നെ ഫാഷൻ കരിയർ ആ കുട്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിലില്ല. വേണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാലും കാണാം, ആ കുട്ടിയുടെ അപ്ഡേഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ 2021 ഈ പോസ്റ്റ് ആണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ പിന്നെ ഇതെന്താ സംഭവിച്ചത്, എനിക്ക് എന്റെ സർക്കിളിലുള്ള എന്റെ ആളുകളെ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റി. എന്ത് ബോധിപ്പിക്കാൻ പറ്റി? ഞാൻ ഈ പറഞ്ഞ ഈ വേർഡ് ഫിസിക്കലിയോ സെക്ഷലിയോ അല്ല അബിൽദേവ്. അത് ക്ലിയർ ആയോടുകൂടി നമ്മളെ സംബന്ധിച്ച് 90% നമുക്കൊരു സമാധാനം കിട്ടി. പക്ഷെ പബ്ലിക്കലി ആ സമയവും ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ കുട്ടി ലൈവില് നമ്മൾ ശ്രദ്ധിക്കല്ലോ, ലൈവ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 48-ാം മിനിറ്റില് ഈ കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലൈവില്. ഇത് ഞാൻ മുമ്പും പറഞ്ഞാണ്. ആ കാര്യമാണ് ഇപ്പോ ഈ ഹേമ കമ്മിറ്റി ഇഷ്യൂല് ഈ കുട്ടിയുടെ ആരോപണങ്ങൾക്ക് ഈ കുട്ടി കുറെ കാര്യങ്ങൾ ഉന്നയിച്ചു. ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയില് ചർച്ചയായ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ വൈറലായി മാറി. അപ്പൊ വീണ്ടും ഞാൻ സമാനമായ ട്രോമ വീണ്ടും അനുഭവിക്കുക.
കാരണം നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ പഴയ അന്നത്തെ എൻ്റെ ലൈവ് കണ്ടിട്ടും അന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടും അന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ് കണ്ടിട്ടും അതിനെ സംബന്ധിച്ച് ഈ കുട്ടീനെ കുറിച്ച് ട്രോളുകളായിട്ടും പോസ്റ്റുകളായിട്ടും ഈ കുട്ടിക്ക് എതിരെ സംസാരിച്ചിട്ടും. അതായത് സാർ അന്ന് മുതൽ ഇത് പ്രൂവ് ചെയ്യാൻ, അതായത് സാർ ഇപ്പൊ ഇമോഷണലി ഈ പറയുന്ന പോലെ വെർബലി ഇമോഷണലി ഒരു ഫാക്റ്റും കൂടെ ആ ഒരു പോസ്റ്റിലുണ്ട്. ഇതിന്റെ ഒരു കാര്യം ആളുകൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ സെക്ഷലി എന്ന് പറയുന്നത്. അപ്പൊ സാർ ഇപ്പോ ഈ ലൈവ് ടൈം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് എന്നെ അബ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അബ്യൂസ് ചെയ്യുന്നുള്ള പാടാണ്. അത് എങ്ങനെയാന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ സുബ്രഹ്മണ്യ ആവുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതേമാതിരി തന്നെ ഈ പീഡനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രീതിയിലേക്ക് ഈ സാധനം വ്യാപകമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോ എനിക്ക് റീസെന്റ് നമുക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ അമ്മ വളരെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ളതാണ്. ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിയെ വിലക്കി. ഈ വ്യക്തിയായിട്ട് മിണ്ടിപ്പോരുത്, സംസാരം പാടില്ല, വളരെ മോശമാണ്. അപ്പൊ എനിക്കില്ലാത്ത, അതായത് സുബ്രഹ്മണ്യം ആവുന്നത്, ഞാൻ ഒന്നും ചെയ്യാത്ത എല്ലാ കാര്യങ്ങളുടെ മുകളില് കുറെ വേറെ സ്റ്റോറിയും കൂടി ചേർത്ത്. അപ്പൊ ഈ കുട്ടി എൻ്റെ അടുത്ത സുഹൃത്ത് ആയതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് എന്നോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അമ്മയെ വിളിക്കുകയുണ്ടായി. നമ്മളെ കാര്യം നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ അടുത്ത് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചോണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞേ, നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു പ്രസ് മീറ്റ് സാർ കണ്ടല്ലോ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ അതാണ്. അപ്പൊ അത് ഇതിന്റെ ശരി തെറ്റൊന്നുമല്ല. ഈ കുട്ടി പറഞ്ഞ എന്റെ ഇതാണ് അലിഗേഷൻ, ഇതൊന്നും അല്ല വേണ്ട എന്ന് ഈ പറഞ്ഞ ഒന്നാമത് ഈ ഒരൊറ്റ വേർഡ് കൊണ്ട് ഇത് വരുന്നത് ഇന്ന വ്യക്തിയെടുത്ത് സംസാരിക്കണ്ട. ഞാൻ ആ കുട്ടിയുടെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ട് എനിക്ക് സാധിക്കാൻ പറ്റാതെ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒരു വശം, ഭീകര വശം ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിലും ഫാമിലി ഉണ്ട്, ഭാര്യ, എനിക്കൊരു മകളാണുള്ളത്. ഇത് എഫക്ട് ചെയ്യുന്നത് നാളെ ഇപ്പൊ എൻ്റെ കുട്ടിക്ക് എങ്ങനെ എഫക്ട് ചെയ്യാം അല്ലെ. എൻ്റെ വൈഫ് ഉണ്ട്, ഇപ്പൊ എൻ്റെ അമ്മ ജോലി ചെയ്യുന്നതാണ്, എൻ്റെ വൈഫ് എന്നൊരു പ്രൊഫൈലുള്ളതാണ്. ഇതൊക്കെ എത്രമാത്രം രീതിയിലേക്ക് ഇത് എഫക്ട് ചെയ്യുന്നത്, അതാണ് ഇതിന്റെ ഇത് സത്യമാണോ അല്ലാന്ന് അറിയുന്നതിന് മുമ്പേ ആഫ്റ്റർ എഫക്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ പോലെ ഞാൻ പറഞ്ഞ ഈ CI സംസാരിച്ചു എന്ന് അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞ വേർഡാണ്, പേടിച്ചു പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അതിന്റെ അവരും പറയുന്നത് ഞങ്ങൾക്കും ഫാമിലി ഉണ്ട്. ഇന്നിപ്പോ കുറെ ആളുകൾ ഇതിനെ കുറിച്ച് സമാനമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഇതേ സമയം ഇത് സത്യമാണോ അല്ലേന്ന് അറിയുന്നതിന് മുമ്പെയാണ് ഈ സംഭവം. അപ്പൊ ഇനിയിപ്പോ ഇതിലേക്ക് വരാം. ഈ കുട്ടി 48-ാം മിനിറ്റിലാണ് ലൈവില് പറയുന്നത്. ആ ലൈവില് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഏതോ ഒരുവൻ, ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയാം, ഏതോ ഒരുവൻ എന്തോ ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആരോ പീഡിപ്പിച്ചത്രേ. അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണല്ലോ. അങ്ങനെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പുച്ഛഭാവത്തോടു കൂടി ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ കമന്റ് ബോക്സിൽ ആ സാധനം ഇല്ല, ഡിലീറ്റഡ് ആണ്. നോക്കുമ്പോ ഞാൻ കുറെ തപ്പി നോക്കി, അന്നിട്ട പോസ്റ്റിന്റെ അടിയിലാണല്ലോ. വീണ്ടും ആ കമന്റ് ബോക്സിൽ ആ സാധനം വന്നു. അപ്പൊ നമ്മൾ പിന്നെ നോക്കുമ്പോ വീണ്ടും ആ പോസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആരോ. അപ്പൊ ഞാൻ അത് നോക്കിയ സമയത്ത് ആ സർട്ടിഫിക്കറ്റിൽ ഒരു നോട്ടീസ് ബോർഡിൽ വന്ന നോട്ടീസാണ്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് ഇതിന്റെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റിന്റെ ഒരു നോട്ടീസ് ആണ് വരുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് സഹപാഠിയുടെ കൂടെ പഠിച്ച കുട്ടിയുടെ 2 പേരുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. 2 കുട്ടികളെ ടെർമിനേറ്റ് ചെയ്യാണ്. എന്തിന്? കൂടെ പഠിച്ച സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് അത് പ്രദർശിപ്പിച്ചു എന്നുള്ള രീതിയിൽ മറ്റാളുകൾക്ക് കൊടുത്തു. അതൊരൊറ്റ ഒരു സ്ലിപ്പാ കിട്ടുന്നത്. അപ്പൊ അത് നോക്കുന്ന സമയത്ത് അത് ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ നമ്മൾ സ്വയം ഒരു അന്വേഷണം നടത്താന്ന് തീരുമാനിക്കുക. എന്താ കാരണം എന്ന് വെച്ചാല്, അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം സ്ത്രീ സമത്വത്തിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റോറി അലിഗേഷൻ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരു ഇതുണ്ട് എന്നുള്ളത്. കാരണം ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു വ്യാജാണെന്ന് തോന്നില്ല. ഈ കുട്ടി ഇത് പുച്ഛഭാവത്തോടു കൂടി സംസാരിച്ചു. അപ്പൊ എന്തോ നമുക്ക് പെട്ടെന്നൊരു തോന്നലാണ് ഇതൊന്ന് അന്വേഷിക്കണം എന്നുള്ളത്. നോക്കുമ്പോൾ പഠിച്ച 2013 13 മുതൽ 16 വരെ ആ കുട്ടി അവിടെ പഠിച്ചിട്ടുണ്ട്. 16 ഇതിന്റെ ടെർമിനേഷൻ നടക്കുന്നത്. ഞാൻ നോക്കുന്ന ഒരു 100-300 പേർക്ക് ഞാൻ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. ഞാൻ ഇത് എന്നാൽ ലൈവിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്.
300ഓളം പേർക്ക്, കാരണം ഇതിന്റെ നിജസ്ഥിതി അറിയണ്ടേ. അപ്പോൾ ആ കോളേജിലെ ഫേസ്ബുക്ക് പോകുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച ആളുകൾക്ക്, കാരണം ഒരു 10 days ഉറങ്ങാതെ നമ്മൾ എത്ര പേരെടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അറിയോ, ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ്. അപ്പൊ ചിലവർക്ക് നമ്മളോടത്ത് ഒരു ജെനുവിനിറ്റി തോന്നി. അതിൽ നമ്മൾ മലയാളികളെ കിട്ടി, നമ്മൾ അവസ്ഥ മനസ്സിലാക്കി. കുട്ടി പഠിച്ചത് ചൈനയിലെ വെയ്ഫാങ് യൂണിവേഴ്സിറ്റി. അതേ ബാച്ചില് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, 2016 ബാച്ചില് പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ലൈക്ക് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ബാച്ചിലായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആള് കരുതിയിട്ടുണ്ടാവുക ഒരു പക്ഷെ ഇതിപ്പോ ചൈനയിലാണല്ലോ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചെടുക്കാൻ അത്ര പോസിബിൾ അല്ലെന്നൊരു ചിന്തയായിരിക്കും. അന്നും ഇപ്പോഴും ഞാൻ പറഞ്ഞു, അത് അന്ന് എനിക്ക് തുടങ്ങുന്ന സമയത്ത് ഇത് സത്യമാണോ അല്ലേന്ന് അറിയില്ല. നമുക്ക് ആ സമയത്ത് അന്ന് കോവിഡ് ഒക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ഇത് ഒന്ന് അന്വേഷിക്കുക, എനിക്ക് വേണം ചൈനയിലേക്ക് തന്നെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷെ അന്ന് ട്രാവൽ അറിയാലോ, അന്ന് കോവിഡ് അവിടെ നിന്നാണ് തുടങ്ങിയത്, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ പോസ്റ്റിൽ അന്ന് ഞാൻ ആ പേരൊന്നും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അന്ന് ഞാൻ അന്വേഷിച്ചു, അന്ന് ആ കുട്ടിയുടെ ബാച്ചിൽ പഠിക്കുന്ന ആളുകളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. കുട്ടികളുടെ അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് അറിയാൻ പറ്റി. അപ്പൊ നമുക്കൊരു ഇതായി. അപ്പം എന്നാലും പ്രൂഫ് വേണമല്ലോ. അങ്ങനെ ഒരാളെ നിന്ന് 2 ആളെ കണക്ട് ചെയ്ത് ആ ബാച്ചിൽ അന്ന് പഠിക്കുന്ന അവരുടെ ജൂനിയർ ബാച്ചിലുള്ള കുട്ടികളെ കണക്ട് ത്രൂ പോയി അവസാനം ഇതിന്റെ ഒക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അന്ന് അത് കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് കൊണ്ടു. ഇതില് ചില ഒരു ഫോട്ടോ ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈഡ് ചെയ്യുന്ന വെച്ചാൽ ഇതിൽ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്, ഒരാൾ മാത്രമല്ല. ആ കുട്ടിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല. ഇത് രേവതി കൊടുത്തിരിക്കുന്ന അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത രേഖയാണ്. ഇതിൽ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അത് ഒരു കംപ്ലൈന്റ് അല്ല, ആ കാലയളവിൽ ഓൾമോസ്റ്റ് 4-5ഓളം കംപ്ലൈന്റ്സ് ഈ കുട്ടിയുടെ പേരിൽ വന്നിട്ടുണ്ട്. അതില് അവളുടെ സൈൻ പോലും ആ കുട്ടി സൈൻ അടക്കം ചെയ്തിട്ടുള്ള മേടിച്ച റെക്കോർഡ്സ് ആണത്. ആ കുട്ടിയുടെ സൈൻ വരെ ഇതിലുണ്ട്. അങ്ങനെ ഈ കുട്ടീനെ അവിടുന്ന് പുറത്താക്കുകയാണ്. പുറത്താക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു കുട്ടിയൊന്നല്ല, ആ ബാച്ചിൽ പഠിച്ച 30ഓളം കുട്ടികൾ കംപ്ലൈന്റ് കൊടുത്ത കംപ്ലൈന്റ്സ് അടക്കം ഉണ്ട്. ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അത് ആ കുട്ടി ആ റൂമിൽ അവിടേക്ക് ഉണ്ടായ അതിലിതാ ഒന്ന് പഠിച്ച എല്ലാ പെൺകുട്ടികളുടെയും പേര് ഇതിലുണ്ട്. ഇതില് ഈ പറയുന്ന കുട്ടിയുടെ പേരും ഇതിലുണ്ട്. ഈ കുട്ടി പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ആ വിക്ടിമിന്റെ ഈ കമന്റ് തൂക്കി എന്നൊക്കെ പറഞ്ഞ ലൈവില് പറയുന്ന അതേ ആളുടെ ഉണ്ട് ഇതിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ അന്ന് ആ ലൈവില് അന്ന് ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിപ്പോഴും ഞാൻ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ അബിൽദേവ് നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ എന്തിനാണ് സാർ പ്രസ് മീറ്റ് വെച്ചതെന്നുള്ള ചോദ്യത്തിന്റെ ആൻസറാണ്. കാരണം അന്ന് കഴിഞ്ഞായിരുന്നു. പക്ഷെ ഈ ഹേമ കമ്മിറ്റി ഇഷ്യൂവിന്റെ പേരിൽ ഈ കുട്ടി ഇപ്പൊ സംസാരിക്കുന്ന സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു, അന്ന് പറയാത്ത പല കാര്യങ്ങളും ഇന്നത്തെ ഈ പ്രാവശ്യത്തെ അലിഗേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സോഷ്യൽ നെറ്റ്വർക്ക് ചർച്ച ചെയ്യുന്നുണ്ട്, അബിൽദേവ് ചർച്ച ചെയ്തതല്ല. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാല് ഈ ആളുകൾ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് എന്റെ ഫോട്ടോ, ഒരു സ്ഥലത്ത് ഈ കുട്ടിയുടെ ഫോട്ടോ. ഞാൻ പറഞ്ഞു ഉപയോഗിച്ചു. ഇത് വരുമ്പോ വീണ്ടും ഞാൻ പറഞ്ഞു ഈ ട്രോമ വീണ്ടും അനുഭവിക്കുകയാണ്. കാരണം എന്താണ്, പിന്നെയും പീഡനായ, പിന്നെയും പീഡിപ്പിച്ച, ഇത് പിന്നെയും പ്രശ്നം ഉണ്ടായ, ഇവിടെ ഒരു കാര്യം, അത് ഞാൻ അതിലേക്ക് വരാം. ഈ സാറ് പറഞ്ഞ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ ഇവിടെ ചോദിക്കാം. അപ്പൊ ഇതെന്താ പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമായി. ഇത് വീണ്ടും പിന്നെ ഈ കുട്ടി മാതൃഭൂമി ന്യൂസിൽ വീണ്ടും എൻ്റെ പേര് വീണ്ടും പറയുകയുണ്ടായി. എൻ്റെ ഈ അലിഗേഷനെ കുറിച്ച്, അന്ന് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തു, ഇത് ഒരു ഗൂഢാലോചനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് ഒരു ഗൂഢാലോചന. ഞാൻ നേരിട്ട് അന്ന് ഈ കുട്ടി എൻ്റെ പേരിൽ ഒരു കംപ്ലൈന്റോ ഒരു പോലീസ് കംപ്ലൈന്റോ ഒന്നും കൊടുത്തിട്ടില്ല, ഒരു അലിഗേഷൻ ഉണ്ടോ. അപ്പൊ ഞാൻ എന്താന്ന് പ്രതികരിക്കാതിരുന്ന വെച്ചാൽ ഈ കുട്ടിക്ക് വേറെ ജോലി ഇല്ലാന്ന് തോന്നുന്നു. കാരണം എത്ര പേരെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കാം. ഇവിടുത്തെ മഹാനടന്മാരെ കുറിച്ചും എല്ലാരെ കുറിച്ചും, സിംഗേഴ്സിനെ കുറിച്ചും നടിമാരെ കുറിച്ചും സോഷ്യലി ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ കാണുന്ന കുറെ ഒട്ടനവധി കോൺട്രവേഴ്സി സംഭവങ്ങൾ. അതല്ല, കോൺട്രവേഴ്സി സബ്ജക്റ്റ് ആണ് ഈ കുട്ടി സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ 14 പേരിൽ ആരും അന്ന് കേസ് കൊടുത്തിട്ടില്ല. അപ്പൊ അന്ന് എനിക്കും തോന്നിയില്ല.
പക്ഷെ ഇവരാരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു. അന്ന് എന്താണ് ഞാൻ പ്രതികരിച്ചു. ഏത് മേഖലയിലാണോ ആ കുട്ടി ചെയ്തത് അതേ മാധ്യമം കൊണ്ട് തന്നെ ഞാൻ ഈ കണ്ട എല്ലാ കാര്യങ്ങളും ആ മാധ്യമത്തോട് തന്നെ ഞാൻ പ്രതികരിച്ചു. അപ്പൊ അന്ന് അത് അവിടെ തീർന്നതാണ്, ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ ഞാൻ വരുന്നതല്ല. ഈ പ്രാവശ്യം ഈ കുട്ടി എന്റെ പേരൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി ഇഷ്യൂവിന് ശേഷം ഒന്നും അന്ന് തീർന്നതാണ്. എന്റെ പേരിൽ ഒരു കംപ്ലൈന്റും ആ കുട്ടി കൊടുത്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് വേണ്ടേ? അങ്ങോട്ടും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തന്നു. ഇത് അവിടെ തീർന്ന സംഭവമാണ്. പക്ഷെ വീണ്ടും ഈ പ്രാവശ്യത്തെ ഈ റിപ്പോർട്ട് വന്നപ്പോ ഈ കാണുന്ന വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പൊ ഇതിൽ ഇഷ്യൂവിന്റെ കൂടെ പഴയ ഈ പോസ്റ്റുകളും ഇതിലിപ്പോ ഞാൻ പറഞ്ഞപ്പോ അഖിൽമാരാറ് പറയാതെ പറഞ്ഞിട്ടുണ്ട് അതില് ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട്. അപ്പം ഇവരൊക്കെ സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ കുട്ടിയുടെ ഒട്ടനവധി ട്രോള് വരുമ്പോ ഇതിലൊക്കെ വരുന്നത് എന്റെ ഫോട്ടോ ആണ്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് വീണ്ടും അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഇഷ്യൂലും സഹപാഠിയുടെ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ചു അല്ലെങ്കിൽ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലും സാറിന്റെ ഫോട്ടോ വെച്ചിട്ട് തംബ്നെയിൽസ് ആണ് വരുന്നത്. ഇപ്പൊ ഇതിൽ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബോൺ ഇൻ 1994, ഇന്ത്യൻ സ്റ്റുഡന്റ്, നമ്പർ ഇതെല്ലാം കൊടുത്ത ആണ് പേര്. ഈ 1994 ജനിച്ച ഒരു ആളുടെ ഏജ് എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും 24 വരെ. അപ്പൊ ഏകദേശം ഒരു 2011-12 സമയത്തായിരിക്കണം ഈ കുട്ടി +2 പഠിച്ചിട്ടുണ്ടാവുക. 2010 കാലഘട്ടത്തില്. അതെ, അങ്ങനെയാണെങ്കിൽ ഈ +2 കഴിഞ്ഞ സമയത്താണ് മറ്റൊരു പീഡനം ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പക്ഷെ ഈ മൂവി ലൊക്കേഷൻ എന്ന് പറയുന്നത് 2016 നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ഇപ്പൊ വന്ന ആരോപണം. ഞാൻ ആ ഇതില് ഞാൻ പറയാൻ ആളല്ല, പക്ഷെ വേണമെങ്കിൽ ഇത് കണ്ടത് നിങ്ങൾ ചോദിക്കുന്നത് അത് ഞാൻ നിങ്ങൾ പറയുന്നില്ല 1994 നമ്മളായിട്ട് പറയുന്നതല്ല, മറ്റൊരു കാര്യം കൂടി. അതെ അത് ഇത് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചതാണ്. കാരണം നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ അന്വേഷിച്ചു പോയ സമയത്ത് ഈ കുട്ടിയുടെ പാസ്പോർട്ടിന്റെ കോപ്പി എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഈ പാസ്പോർട്ടിൽ 2 കാര്യങ്ങളാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, 2013 ഈ കുട്ടി പാസ്പോർട്ട് എടുക്കുകയുണ്ടായി. 2015 ഈ കുട്ടിയുടെ പാസ്പോർട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് എടുത്തിരുന്നു. അപ്പൊ അത് എന്തിനാണെന്നുള്ളൊരു തോട്ട് പോയി എന്റെ മനസ്സിൽ. ഇന്നും അതിന് ഉത്തരം കിട്ടിയില്ല. നമ്മൾ നോക്കുന്നുണ്ട് എന്താണ് അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ കാരണം എന്നുള്ളത്. രണ്ടാമത് അതിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഈ കുട്ടിയുടെ ഏജ് തന്നെ. കാരണം നമ്മൾ ന്യൂസിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പൊ ഒരു ആരോപണം നടക്കുന്നുണ്ട്. ആ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് +2 കാലയളവിൽ ഇങ്ങനത്തെ അബ്യൂസിങ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചത് 2016 ആ മൂവിയുടെ ഒക്കെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് കേട്ടറിവ്, ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോഴും അറിയില്ല, ഇത് പറയാൻ ഞാനല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ച രീതിയിലായതുകൊണ്ട് മാത്രം പറയാം. 2016 അതിന്റെ പ്രിവ്യൂ ഷോ ഒക്കെ നടന്നത് എന്നാണ് കാണുന്നത്. അപ്പോ +2 കാലയളവ് എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി അതിന്റെ ഒരു 6 വർഷം മുമ്പ് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ആ കുട്ടി ആ ഒരു അബ്യൂസിങ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു 6 വർഷം മുമ്പല്ലേ എന്നുള്ള ഒരു തോട്ട് എനിക്കും വന്നിട്ടുണ്ട്. 2010-11 പക്ഷേ ഞാൻ ഇപ്പോ ഈ സാർ പറയുന്നത് വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പാസ്പോർട്ട് തന്നെ ചിലപ്പോ ആ കുട്ടിക്കെതിരെയുള്ള ഒരു പ്രൂഫായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്ല, അതാണ് അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും എന്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു പറയുമ്പോൾ ഒരു ഗസ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഇതിപ്പോ സാറിന്റെ ഭാഗം മാത്രമാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. മറ്റുള്ള കേസുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ സാർ ഇപ്പൊ ഇമോഷണലി അല്ലെങ്കിൽ ഇപ്പൊ വെർബലി എന്നുള്ള ഫാക്ട് അല്ല ഹൈലൈറ്റ് ആവുന്നത്. ഈ ഫിസിക്കലി എന്നുള്ളത്, അതായത് സെക്ഷലി അബ്യൂസ് ചെയ്തെന്ന് പറയുന്ന അത് സാറിന് അലിഗേഷൻ ആയിട്ട് വരുമ്പോൾ, സാറിന് ഇതിന് അലിഗേഷൻ ആവുമ്പോൾ സാറിന് അത് എത്രമാത്രം അഫക്ട് ചെയ്തു, അതുകൊണ്ടാണ് സാർ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പേഴ്സണലി ശ്രമിക്കുന്നത്. ഫാമിലി അഫക്ട് ചെയ്തു. ഇപ്പൊ സാർ എടുത്തെടുത്ത് കഴിഞ്ഞൊരു ഇതിലാണെങ്കിലും സാർ ആദ്യമായിട്ടാണ് സാർ ടോക്ക് ഷോ. ഞാൻ ഇന്ന് വരെ ഫേസ് കൊടുക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴും സാറ് പറയുന്ന ഒരു കാര്യം, എനിക്കും ഫാമിലി ഉണ്ട്, എല്ലാവർക്കും ഫാമിലി ഉണ്ട്. അപ്പൊ ഇത് ഫാമിലി അഫക്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാല്, നിങ്ങൾ ആ ലൈവില് അവസാനിപ്പിക്കുന്നുണ്ട് അടുത്ത ലിസ്റ്റ് മാറ്റി ഞാൻ വരികയാണെന്നുള്ളത്. അപ്പൊ അന്ന് ഞാൻ ഇതില് ഒന്ന് സ്ട്രോങ്ലി എടുത്ത ഡിസിഷൻ, അപ്പൊ എനിക്ക് അന്ന് നേരിട്ട കാര്യങ്ങൾ എനിക്കറിയാം തീർച്ചയായിട്ടും. ഇനി ഒരാൾക്ക് ഇത് വരരുത് എന്നുള്ളത് ഉറച്ച് തീരുമാനിച്ചാണ്. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണെങ്കിൽ വരരുത്. കാരണം എൻ്റെത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് വരരുത് എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ തീരുമാനമായിരുന്നു.
അതിനുശേഷം എൻ്റെ ലൈവിന് ശേഷം ഇത് തെറ്റാണെങ്കിൽ ഞാൻ എത്ര വലിയ ആരോപണമാണ് ഇട്ടത് അല്ലെ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ ചെറിയ കാര്യമാണോ പറഞ്ഞത്? അല്ല, ഒരു കംപ്ലൈന്റും എൻ്റെ പേരിൽ കൊടുത്തിട്ടില്ല. അതിനുശേഷം നിങ്ങൾ നോക്കുക, 2021 ശേഷം പിന്നെ ഒരു കുറെ കാലത്തേക്ക് കുട്ടി ആക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതുവരെ വ്യാപകമായിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഗ്രാജുവലി കുറഞ്ഞു. പിന്നെ ഈ കുട്ടീനെ നമ്മൾ കാണുന്നത് 2022 വടകരയില് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ആ കുട്ടിയെ ആരൊക്കെയോ ശല്യപ്പെടുത്തിയതിന്റെ പേരിൽ, അതും സത്യം നമുക്കറിയില്ല, ഒരു സദാചാര ഗുണ്ടായിസം എന്ന രീതിയിൽ പറഞ്ഞു. ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കംപ്ലൈന്റിലാണ് നമ്മൾ അന്ന് പിന്നെ കുട്ടീനെ കാണുന്നത്. അതിനുശേഷം ഗ്രാജുവലി ഈ കുട്ടീനെ പിന്നെ കാണാനില്ല. പിന്നെ ഈ ഹേമ അക്കാഡമി ഇഷ്യൂവിന് ശേഷമാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇത്രയും ആ കുട്ടിക്ക് നോളേജും ധൈര്യവും ആരെയും പേടിക്കാതെ മുന്നേറാനുള്ള തൻ്റെ ഇടമുള്ള കുട്ടിക്ക് കപ്പാസിറ്റിയുള്ള കുട്ടി ഇത്രയും വലിയൊരു അലിഗേഷൻസ് അബിൽദേവ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കുട്ടി വേണമെങ്കിൽ സംസാരിക്കാം അല്ലെ? പക്ഷെ സംസാരിച്ചിട്ടില്ല. അതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പോ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് വെച്ചാല്, ഇന്ന് കപിൽദേവിന്റെ പേര് എവിടെയും ഇല്ല. നാളെ ഈ കുട്ടി ഇനി പറയാൻ പോവാണ്. കാരണം അന്ന് സ്നേഹദാരിദ്ര്യെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത കംപ്ലൈന്റിൽ ഈ കുട്ടി പറയുന്നത്, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്, കപിൽദേവ് അന്ന് ഇങ്ങനെ ചെയ്തിട്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ വീണ്ടും നേരെ തിരിയും. കാരണം അന്ന് പറയാത്ത പല കാര്യങ്ങളും ഇന്ന് അതിൽ പല ആളുകളെ കുറിച്ചും പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ 14 പേരിൽ ഞാൻ പേഴ്സണലി സംസാരിച്ച ആ 1-2 ആളുകളെ പേര് ഞാൻ ചില കാര്യങ്ങൾ ഇപ്പൊ തുറന്നു പറയാം. ഞാൻ അന്ന് പറഞ്ഞില്ല, കാരണം ഞാൻ WCCക്ക് ഞാൻ എൻ്റെ വൈഫ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം WCCന്റെ പല പരിപാടിയിലും കുട്ടീനെ കണ്ടിട്ടുണ്ട്. ഏത് മീഡിയന്റെ ഇതിലും സൈഡിലൊക്കെ നിൽക്കുന്നത്. അത് എന്റെ സ്ത്രീയാണല്ലോ എൻ്റെ വൈഫ്. അപ്പോ അത് WCC സ്ത്രീകൾക്ക് ഉള്ള ഒരു സംഘടനയായിട്ടാണ്. ആ ഒരു വ്യക്തി, അവിടുത്തെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും അനുഭവങ്ങൾ എൻ്റെ ഫാമിലിക്ക് ഉണ്ടായി. ഈ കാര്യങ്ങളെല്ലാം, ഈ പ്രൂഫ് എല്ലാം അയച്ചു കൊടുത്തിട്ട് WCCക്ക് നമ്മൾ അന്ന് മെയിൽ കൊടുത്തിട്ടുണ്ട്, ഫിസിക്കലി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു റെസ്പോണ്ടും WCCന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു റിപ്ലൈ പോലും അവർ അയച്ചിട്ടില്ല. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കുക, ഈ 14 പേരിൽ നിന്ന് ഇപ്പോ ചില ആളുകൾ, അതിലൊരു ബാങ്ക് എംപ്ലോയി ഉണ്ട്. ആ പയ്യൻ ഇപ്പോഴും എനിക്ക് ഇപ്പം വെളിയ രാജ്യത്താണ്, ഇപ്പോഴും അബ്ലേട്ട താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം. കാരണം അന്നത്തെ എന്റെ ലൈവൊക്കെ ആ പയ്യനൊക്കെ ഒരുപാട് ഗുണം ചെയ്തു. ആ പയ്യനെതിരെയുള്ള പീഡനം എന്താ വെച്ചാൽ ഇതേമാതിരി അവന്റെ പേര് അവിടെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ പേര് അവിടെ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഒരാൾ ലോൺ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ ഇന്ന് സർക്കാർ സ്ഥാപനത്തിന് ലോൺ എടുത്തിട്ട് അടച്ചിട്ടില്ലെങ്കിലും റിക്കവറി സ്റ്റേജ് ഉണ്ടാവും അല്ലെ? ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ആ പയ്യൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി എന്തെങ്കിലും റിക്കവറി ആയിരിക്കും, അല്ലെ ലോൺ മുടങ്ങുമ്പോൾ അന്വേഷിക്കാൻ പോയിരിക്കും. അന്ന് അന്വേഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പീഡന. മനസ്സിലാക്കണേ, അതൊരു പീഡന. പണം അടച്ചിട്ടില്ലെങ്കിൽ ആ പീഡനാണ്, അതൊരു പീഡനാണ്. ചില ഒരു SIയുടെ പേര് വന്നിട്ടുണ്ട്, പൂന്തറ സ്റ്റേഷനിലെ SI. ഈ കുട്ടി ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതൊക്കെ കുട്ടി പറഞ്ഞാട്ടോ, ഇതൊന്നും എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്, ആ SI മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അയാളും പീഡനത്തിൽ വന്നു. കൂടെ പഠിച്ച ഒരു വ്യക്തിയുടെ സഹപാഠി ഉണ്ട്, ഈ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച അവിടെ ഉള്ള അദ്ദേഹം എന്നൊരു ഡോക്ടറാണ്, അദ്ദേഹത്തിന്റെ പേര് വന്നിട്ടുണ്ട്. ഇതിലിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയും ഇന്ന് ഞാൻ പറയാത്ത കാര്യമാണ്. ഈ 2021 ഈ കുട്ടി പോസ്റ്റ് ഇടുന്നതിന്റെ 6 മാസങ്ങൾക്ക് മുമ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന 14 പേരിൽ നിന്ന് ഒരാളുടെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് ത്രൂ ദ വാട്സ്ആപ്പ്. അത് പ്രൂഫ് ഇന്നും കയ്യിലുണ്ട്. 1 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ പണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇത് അബ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ആ പയ്യൻ അന്ന് പൈസ കൊടുത്തിട്ടില്ല. ആ പേര് ഇതിൽ വന്നു. പക്ഷെ ആ പയ്യന്റെ ഫോട്ടോ കുട്ടി എന്തിട്ടില്ല. ഈ 14 പേരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചാൽ ആ പയ്യന്റെ ഫോട്ടോ മാത്രം ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പേര് വരുത്തിയിട്ടുണ്ട്. ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ഡോക്ടറാണ്. സാറിന് ഈ ഒരു കുറെ അലിഗേഷൻസും കുറെ ഇപ്പൊ റിസർച്ച് കുറച്ച് ഇതിന് പിന്നാലെ കുറച്ച് യാത്ര ചെയ്തു. ഇതിൽ നിന്ന് ഈ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിൽ ഇൻഡസ്ട്രിയിൽ കത്തി നിൽക്കുന്ന സബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് 2021 വന്നൊരു സാറിന് അലിഗേഷൻ ഉണ്ടായത് 2021 ആണ്.
അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി സാറിന്റെ ഒരു സെൽഫ് സ്റ്റഡിയില് ഇത് എന്തുകൊണ്ടായിരിക്കാം? ഇതിൽ എത്ര ശരി, എനിക്ക് എന്റെ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. പറയാം. എന്റെ കാര്യത്തില് എനിക്ക് 100% പറയും ഈ കുട്ടിയുടെ ആരോപണമാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര ധൈര്യപൂർവ്വം ഞാൻ ഇതിലെല്ലാം നേരിട്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചതും കാര്യത്തിലും എനിക്കിത് പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം. നാളെ ഇപ്പൊ എന്റെ എനിക്കൊരു പെൺകുട്ടിയാണ്. നാളെ എന്റെ മോള് വന്ന് എന്നോട് ചോദിക്കരുത്, അച്ഛൻ എന്താന്ന് ഇത് റിയാക്ട് ചെയ്തത്, അച്ഛൻ ചെയ്തില്ല, അച്ഛന് ധൈര്യമായിട്ട് റിയാക്ട് ചെയ്തൂടെ. ഞാൻ എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അന്നത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ അതിൽ പറയണ്ടേ ഈ വീഡിയോ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അബുൽദേവിനാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അന്നത്തെ വീഡിയോ പോലും തുടങ്ങുന്നത്. അത് എൻ്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എനിക്ക് നമ്മളൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവല്ലോ, അത് നമ്മൾ ആരുടെ മുമ്പിലും അടിയറവ് വെച്ചിട്ടില്ല. നാളത്തെ കേസിൽ എനിക്ക് എന്നോട് തോന്നരുത് നീ എന്താടാ പോങ്ങനായി പോയെന്ന് എനിക്ക് എന്നോട് തോന്നരുത്. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി പ്രതികരിച്ചത്. 2016 ഒരു ടൈറ്റിൽ വിന്നർ ചെയ്യുന്നു, ഒരു സബ് ടൈറ്റിൽ സെക്കൻഡ് റണ്ണറപ്പ് ആവുന്നു. 2017 ശേഷം കുട്ടിയുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ എൻ്റെ ഷോ വിട്ടോട്ടെ ഒരു ഷോയിലും ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ മാത്രമേ ആ കുട്ടിയെ വർക്ക് ചെയ്തിട്ടുള്ളൂ. വേറെ ഫാഷൻ വീക്കുകളൊന്നും ആ കുട്ടി പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു 2-3 ബ്രാൻഡ്സിലെ മാക്സിമം കുട്ടി. പിന്നെ ഫാഷനിൽ ഒരു കരിയർ ഡെവലപ്പ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിക്ക്. 2020 ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ഫാഷൻ മേഖലയെ കുറിച്ച് നെഗറ്റീവ് പറയുന്നു. ഫിലിം മേഖലയിൽ എനിക്കൊരു ഗ്രാഫായിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫിലിം വർക്ക് ചെയ്തിരിക്കുന്നത് തന്നെ ഇതില് ആരോപണത്തിന് വിധേയനായ രാജേഷ് ടച്ചർവറിലെ ഫിലിമിലാണ്. അവിടെയാണ് ഇങ്ങനത്തെ അലിഗേഷൻ വന്നത്. അതിനുശേഷം ഒരു മൂവി ആയിട്ടുള്ള ഒരു കരിയർ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ ഈ കോൺട്രവേഴ്സി ടോക്കുകളല്ലാതെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം എന്താണ് ഇതിന്റെ ഒരു ഇത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ തോട്ടം കേട്ടോ, വേറെ അതായിട്ടൊന്നും കാണാനുള്ള അപ്ഡേഷൻസ് ഉള്ളു. പിന്നെ ഓൺലി ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ഈ അലിഗേഷൻസും ഈ കോൺട്രവേഴ്സി അല്ലാതെ വേറെ ഒരു കരിയർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ വൈസിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അയ്യോ അത് പറയാൻ പറ്റും. നിങ്ങൾ നോക്കിയ 2019 അത് എടുത്ത് മാറ്റി കിട്ടോ. അപ്പൊ അത് നോക്കിയ KSG ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഫ്രം തമിഴ്നാട് ഉള്ള ഇതാണ്. 2019 ആ കുട്ടി സൈക്കോളജിസ്റ്റ് ജോയിൻ ചെയ്ത്. 2022 ഞാൻ ആ ഇതില് പ്രത്യേകമായിട്ട് WCCയിൽ ആ വേർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 2019 കോഴ്സ് തുടങ്ങിയ 2022 ഡിഗ്രി കോഴ്സാണ്. ഈ കുട്ടിയുടെ മറ്റേ BDS പഠനമൊക്കെ നിന്നു, വേഫാങ് യൂണിവേഴ്സിറ്റി നിന്നു. പിന്നെ കുട്ടിയുടെ അടുത്ത സ്റ്റഡിയാണ് അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരണമെങ്കിൽ ഓക്കെ. പക്ഷെ അന്ന് ആ കുട്ടിയുടെ പ്രൊഫൈലിൽ ഇന്നിപ്പോ എഡിറ്റ് ചെയ്ത് മാറ്റി അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് അന്നാണ് ഈ കുട്ടി ഏത് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. ഈവൻ ഈ സൈക്കോളജി പഠിച്ചാൽ തന്നെയും ഡിഗ്രി കൊണ്ട് ഗ്രാജുവേഷൻ കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവില്ല, സ്പെഷ്യലൈസേഷനും ആവശ്യമാണ്. PG കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. PGയിൽ നിൽക്കില്ല. PGയിൽ ഇരുന്ന് നമുക്ക് ഒഫീഷ്യലി ഇരിക്കാവുന്ന ഒരു ഇതുണ്ട്. ഒഫീഷ്യലി നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഡിഗ്രി കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി കോഴ്സ് ഉള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും പോലും അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പേരൊന്നും ലൈവിലൊന്നും ഇടാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടി ഈ കാര്യങ്ങൾ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതേമാതിരി തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് കേരള ഫാഷൻ ലീഗിന്റെ ഫോട്ടോ മൊത്തം ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഈ കുട്ടി വാദോരാതെ കഥ എഴുതിയിട്ട് എന്തോരം പോസ്റ്റുകൾ അതിൽ ഇട്ടിട്ടുണ്ട്, ആ കുട്ടി വോക്ക് ചെയ്യുന്ന കാര്യങ്ങളോ. അപ്പം അത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഈ ആരോപണങ്ങളിലേക്ക് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ 100% നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകുന്നു. എനിക്കുണ്ടായ അന്നിട്ട പോസ്റ്റുകളും കാര്യങ്ങളും ഇന്ന് വരെ പിൻവലിച്ചിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടും അതിന്റെ ഡോക്യുമെന്റേഷൻ ഉള്ളത് കൊണ്ടും മാത്രമാണ്. പിന്നെ ഇതിൽ ഒക്കെ ഉപരി ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ വിക്ടിം സഹപാഠിയുടെ ആ വ്യക്തിയായിട്ട് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ. അത് മലയാളിയാണോ? അല്ല, നോർത്തിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇന്നിപ്പോ പഠനമൊക്കെ കഴിഞ്ഞു, പൂർത്തിയാക്കി. അവർക്കൊരു ടോക്കിലേക്ക് കോൺട്രവേഴ്സിയിലേക്ക് താല്പര്യമില്ല. പക്ഷെ ആ വ്യക്തിയിൽ ഞാൻ എത്തി. അവിടുന്ന് ഞാൻ സംസാരിച്ചു, യൂണിവേഴ്സിറ്റിയായിട്ടും കളക്ട് ചെയ്തു, അവിടുന്നും കളക്ട് ചെയ്തു. ഇതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മളെല്ലാരും സഹായിച്ചാണ്. ഞാൻ പറഞ്ഞ 30 പേരിൽ ആ കുട്ടിയുണ്ട്. ഈ 30 പേരിൽ ലിസ്റ്റിലും ആ കുട്ടിയുണ്ട്. എനിക്ക് ആ പേര് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്
ആ കുട്ടിയുണ്ട്. ആ കുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ സാർ ഇപ്പം ഈ ഒരു രേവതി സമ്പത്ത് പോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂല് ഇൻഡസ്ട്രി ഒരുപാട് പേര് ഇങ്ങനെ അലിഗേഷൻസ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ സ്റ്റോറി സാറ് പറഞ്ഞു കഴിഞ്ഞു. സാറിന് എന്താണ് ഈ ഒരു അതാ ഞാൻ ഇത് എന്താ പറയുക, ഞാൻ ഇത് പറഞ്ഞാലൊക്കെ വലിയ ഇതിലേക്ക് മാറും. സാറിന്റെ ഒപ്പീനിയൻ സാറിന് പറയാം. അല്ല, എന്റെ ഇതില് ഞാൻ പറയാം, ഇതില് ചൂഷണം നടക്കുന്നുണ്ടോ നടന്നിട്ടില്ല ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതില് ഫോൾസ് അലിഗേഷൻസ് വരുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിവിന്റെ അറിയപ്പെട്ട ഒരു നടനാണ്. ആ നിവിന്റെ ഒരു ഇന്റർവ്യൂ ആ വ്യക്തി പറയുന്ന ഇന്റർവ്യൂ കാണിക്കുന്നു, ഒരു ചാനൽ കാണിക്കുന്നു, നിവിനെതിരെ ഇന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അത് വലിയ ന്യൂസായി മാറി. അപ്പോൾ നിവിൻ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വെസ്റ്റ് കാണുന്ന എന്താ, നിവിൻ പോളി പീഡനത്തിൽ വന്നു, ഇദ്ദേഹം വന്നു. എനിക്ക് തോന്നുന്നു അത് FIR ഇട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടതാണ്, ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. നിവിൻ പോളിയുടെ ഒരു ഇന്റർവ്യൂ നിവിൻ വരുന്നു, നിവിൻ പറയുന്നു. അത് കഴിഞ്ഞ് നിവിന് സപ്പോർട്ടായിട്ട് ഇപ്പൊ വരുന്ന വിനീത് ശ്രീനിവാസൻ വരുന്നു, കുറെ ആളുകൾ ഇന്ന കാര്യങ്ങൾ വരുന്നു, ഇത് വെളിപ്പെടുത്തുന്നു, നിവിൻ നിയമപരമായിട്ട് പോകുന്നു. ഒരു ചാനലിൽ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. അത് റിപ്പോർട്ടർ ചാനലിൽ വരുന്നു, അദ്ദേഹം ഡോക്ടർ അരുണിന്റെ ഇന്റർവ്യൂ. അദ്ദേഹം ഒരു വക്കീലിന്റെ മാതൃകയിൽ സംസാരിക്കുന്നു. ആ ഇന്റർവ്യൂ കണ്ട ഏതൊരാൾക്കും തോന്നിപ്പോവും, അപ്പോഴും സത്യം അറിയില്ലേ, ഒരു വ്യക്തിക്ക് ആ കാണുന്ന സമയത്ത് ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, ആ ഇന്റർവ്യൂ കണ്ട ആർക്കും തോന്നിപ്പോവും. അത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് മലയാളികൾക്കിടയിൽ അങ്ങനെ ചൊല്ലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇത് എന്തിനാണ് ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സു എന്ന് പറഞ്ഞ സുബ്രഹ്മണ്യം അതിൽ പറയുന്ന കണ്ട ആ കുട്ടി ഡേറ്റ് പറഞ്ഞു, കംപ്ലൈന്റ് ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് ഡേറ്റിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്, നിവിൻ പോളി ഇവിടെ ഉണ്ട്, അതിന്റെ പ്രൂഫ് അടക്കം വിത്ത് അതിന്റെ വിഷ്വൽസ് ഒക്കെ വൈറലായി. അപ്പൊ സത്യം അറിയുന്നതിന്റെ മുമ്പത്തെ ഇതിന്റെ കാര്യം, കാരണം ഞാൻ പറയുന്ന ഈ വേർഡ്സ് നിങ്ങൾ നോക്കിയാൽ കാണാം. ത്തിന്റെ ന്യൂസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഒരു മാധ്യമ പ്രവർത്തക ഈ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മാധ്യമം ഞാൻ പറയുന്നില്ല, ഒരു ആങ്കർ കൂടെ നിന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാനലിൽ വന്ന് രണ്ടാമത് എന്റെ പേര് പറഞ്ഞ് സംസാരിക്കുമ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമായിട്ട് എനിക്ക് 10 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. കാരണം കേരള ഫാഷൻ ലീഗ് എന്ന് പറയുന്നത് നോട്ട് ഒരു ചെറിയ ഷോ മാത്രമല്ല, അതിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയോന്ന് അറിയില്ല, റൈസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. 2 ലക്ഷം കിലോഗ്രാം റൈസ്. ഈ ഷോ ഒക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് കേരളത്തിലെ ഓർഫനേജസിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുകളൊന്നുമല്ല, കേരളത്തിൽ ഫാഷൻ ഇൻഡസ്ട്രിയുടെ നല്ല വശങ്ങൾ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന വർക്ക് ചെയ്ത ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ആളുകളും, മോഡൽസ് ആയിക്കോട്ടെ, ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, കൊറിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, ഷോ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ ആ റൈസ് ബക്കറ്റ് ചാലഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നടത്തി നമ്മൾ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അറിയാം, നമ്മളെ പേഴ്സണലി അറിയാം. ഇപ്പൊ രാഹുൽ ഈശ്വർ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അതിന്റെ അവതാരിക ഈ കുട്ടിയുടെ ഭക്ഷണം ചേർന്നുകൊണ്ട് ഫയർ ചെയ്ത് സംസാരിച്ചത്, അവിടെയും എന്റെ പേര് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ അനുഭവം പറയാം, വെറുതെ അനാവശ്യമായിട്ട്. ഇപ്പൊ നാളെ ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്ക് പറയാം. ഇന്ന് ഞാൻ ഇവിടെ വന്നു, എന്നെ വിളിച്ചത് ഇതിന്റെ ഓണറായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഇവിടെ വന്നു, നമ്മൾ ഇവിടെ ഒരു റൂമിലാണ് ഇരിക്കുന്നത്, ഈ റൂം ലോക്കാണ് ആണല്ലോ, നിങ്ങൾ വന്നു, ഞങ്ങൾ ഒരുമിച്ചിരുന്നു. നാളെ നിങ്ങൾ പോയിട്ട് പറയാണ് ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ആ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അബിൽ ദേവ് ഇങ്ങനെ ചെയ്തു, ഞാൻ പെട്ടോ? നിയമത്തിന്റെ വഴിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളിപ്പോ 1 മണിക്കൂറിൽ കൂടുതൽ 1.5 മണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? നിങ്ങൾ പറയുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇവിടെ ഉണ്ടാവുന്ന ഞാൻ എന്റെ അനുഭവമാണ്. ഇപ്പൊ ഒരാളെടുത്ത് ഞാൻ സംസാരിക്കും, ഇത് നിസ്സാരമായിട്ട്, ഇതിന് എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്, നല്ല വശവും ചീത്ത വശവും എന്ന് പറഞ്ഞ രീതിയിൽ ഇത് സൈക്കോളജിക്കലി ഇപ്പം പറയുമ്പോ തന്നെ ഒരു സ്ത്രീ
ബലഹീന ആയിട്ടാണ്, ബലഹീന ഇൻ ദ സെൻസ് ഇമോഷണലി ആണെങ്കിലും ഇമോഷണലി ബലഹീനയാണ് പണ്ടത്തെ ഒരു രീതി വെച്ചാണ് പറയുന്നത്. അപ്പൊ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നിയമത്തിന്റെ ആ ഒരു ഘടന രൂപീകൃതമായിട്ടുള്ളത്. പക്ഷെ അത് ഇന്ന് പലരും മിസ്യൂസ് ചെയ്തുകൊണ്ട് അത്രേ പറയുന്നുള്ളൂ. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ മൊത്തം എനിക്ക് ആകെ പറയാനുള്ളത് എന്റെ അനുഭവം മാത്രമാണ്. സമാനമായിട്ടുള്ള അനുഭവങ്ങളുള്ള ആൾക്കാർ ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതാണ് നിവിൻ പോളിയുടെ കേസ് തന്നെ ധൈര്യമായിട്ട് നിവിൻ പറഞ്ഞു, ഇതിൽ തന്നെ പറഞ്ഞു, ഞാൻ ഇത് ഇനി ഒരാൾക്ക് അനുഭവം ഉണ്ടാവരുത്, ഞാൻ ഇതിന്റെ ഏതറ്റം വരെയും പോരാടും. നിവിൻ വരുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് തന്നെ ഞാൻ ഇതിൽ വന്ന ആളാണ്. ഇത് കത്തി നിൽക്കുന്ന സമയത്ത് ഈ എമ കമ്മിറ്റി ഇഷ്യൂല് എവ്രിവെയർ ഇത് ഇഷ്യൂ നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് പ്രസ് മീറ്റ് വിളിച്ച് മീഡിയയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവം പറയുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നാളെ ഒരു ഫോൾസ് ഒരു ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചാണ്, അത് ഒരു നിരപരാധി അനുഭവിക്കരുത് എന്നുള്ളൊരു ആരെങ്കിലും ഒരാൾ സംസാരിക്കണ്ടേ. ആ രീതിയിലാണ് ഞാൻ അന്നത്തെ പ്രസ് മീറ്റ് സംസാരിച്ചത്. ഫോൾസ് അലിഗേഷന് വേണ്ടിയിട്ട് തംബ്നെയിൽസ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ മമ്മൂക്കയുടെ ആണെങ്കിലും ലാലേട്ടന്റെ ആണെങ്കിലും ഒക്കെ ആ ഒരു ഫോൾസ് അലിഗേഷന് വേണ്ടിയിട്ട് തംബ്നെയിൽസ് യൂസ് ചെയ്ത് അവരുടെ ഫോട്ടോ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മീഡിയാസ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനോട് സാറിന്റെ ഒരു പ്രതികരണം എന്താ, എന്റെ അഭിപ്രായം എന്താ സാറിന് പറയാനുള്ളത്? അതിൽ എന്താ വെച്ചാൽ അത് ഇതേമാതിരി തന്നെ ഇപ്പൊ ഞാൻ ഈ കുട്ടിയുടെ കാര്യം തന്നെ പറയാം. ഒരുപാട് ഫോൾസ് അലിഗേഷൻസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേര് എടുത്തു പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വേടനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മമതേനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ലാലേട്ടനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കുറിച്ച് ഈ കുട്ടി ഇനി സംസാരിക്കാത്ത ആളുകളൊന്നുമില്ല. ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള കഥകളാണ് പറയുന്നത്. ഈ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ള മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത് അതിൽ നിന്നുള്ള കുറെ വേർഡ്സുകൾ എടുത്ത് ഇതങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ കുറെ ആൾക്കാർ അത് ചെയ്യുന്നത് പോലെ കണ്ടത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരക്ഷരം മിണ്ടത്തില്ലായിരുന്നു. ഇത് എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, ഇപ്പൊ ഇവിടെ വരാനോ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കാനോ എന്തിനാ. ഞാനിപ്പോ ഇതുവരെ ഞാൻ ഓൺലൈൻ ചാനലിലും മീഡിയയുടെ മുമ്പിലോ ഇത് ഫസ്റ്റ് ടോക്ക് ഷോ എന്തിനാ ഇരുന്നതിന് കാരണം വെച്ചാല് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതിലുള്ള വേർഡ്സുകൾ വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് എത്ര സ്ഥലത്ത് പോര്. പിന്നെ എനിക്ക് ഇത് വരാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് മാറി. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഒത്തിരി ആളുകളുടെ പേരും വെച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. അത് എനിക്ക് ശരിയായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് തോന്നില്ല. അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള അത് പ്രൊഫൈൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു തുടക്കക്കാർക്കൊന്നും ചിലപ്പോൾ ഒന്നും ബാധിക്കില്ലായിരിക്കും. പക്ഷെ ഇതൊരു പ്രൊഫഷനായിട്ട് ഇതൊരു ബിസിനസ് ലൈനിൽ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടും ബാധിക്കും. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. എനിക്കുണ്ടായ എൻ്റെ ഒരു സുഹൃത്തിന്റെ അവരുടെ ഫാമിലി പോലും പിന്നെ എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ്സ് ആയിട്ട് ആഫ്റ്റർ എഫക്റ്റ് ആണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അത് കറക്റ്റ് ആണ്. അപ്പോ സാർ എന്തായാലും സാറിന്റെ ഒരു ഇതിന്റെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാനായിട്ട് സാർ ഒരുപാട് എഫേർട്ട് എടുത്തു. ഈ തെളിവുകൾ ശേഖരിച്ചു. ഒപ്പം തന്നെ ആദ്യമായിട്ട് ഈ ഒരു ടോക്ക് ഷോയില് ഫിലിം കാസറ്റിന് വേണ്ടി സാർ വന്നു. സാർ എല്ലാം തന്നെ സാറിന്റെ മനസ്സിലുള്ളതും സാർ കണ്ടെത്തിയ കാര്യങ്ങളും ഞങ്ങളോട് വെളിപ്പെടുത്തി. ഞങ്ങളും അത് കുറെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അത് ഓഡിയൻസിനും ഇത് കുറെ പ്രേക്ഷകർ ഇതിന്റെയൊക്കെ നിജസ്ഥിതി അറിയാൻ വേണ്ടി കാത്തിരുന്നവർ തന്നെയാണ്. അപ്പൊ അവർക്കും ഇതൊരു പ്രൂഫായിട്ട് ഒരു ഇന്റർവ്യൂല് നിർത്തുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോക്ക് ഷോയില് നിർത്തി, ഇങ്ങനത്തെ ഓൺലൈൻ മാധ്യമത്തിൽ നിർത്തിയതാണ്. ഇപ്രാവശ്യം ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. അത് നിയമത്തിന്റെ വേയിൽ തന്നെ അത് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് സ്റ്റേജ് ഓൺ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ചെയ്യുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. നാളെ ഇത് ഇനി മുമ്പ് ഇങ്ങനെയും കൂടി അബിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് സാധ്യമാവില്ല. അപ്പൊ നിയമത്തിന്റെ വഴി തന്നെ നേരായ സത്യസന്ധമായിട്ട് ഒരു ഭർത്താവാണ്, ഒരു അച്ഛനാണ്. അപ്പം ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ. എനിക്കും എന്റെ സെൽഫ് റെസ്പെക്ട് ഉണ്ട്. നാളെ എന്റെ മകളാണെങ്കിലും എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എന്താണ് അച്ഛൻ പ്രതികരിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരം വേണം.
ആ രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അല്ല, അതേപോലെ തന്നെ ഇനി ഇങ്ങനത്തെ ഫോൾസ് അലിഗേഷൻസ് ആയിട്ട് വരാൻ ഒരാൾ പേടിക്കണം. അതെ, അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു പോരാട്ടം തന്നെയാണ് എൻ്റെ. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇതുവരെ ഞാൻ ഇട്ടിരിക്കുന്നത് ആ കുട്ടി എങ്ങനെ പ്രതികരിച്ചോ ആ രീതിയിലാണ്. ഇനിയിപ്പോ അതേ മീഡിയത്തിൽ പ്രതികരിച്ചു, ആ കുട്ടി നിയമവശത്തിൽ പോലെ ഞാനും പോയില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ മുന്നോട്ട് നീങ്ങാണ്. കാരണം ഇപ്പൊ എനിക്ക് പേടിയുണ്ട്. കാരണം എങ്ങനെയാണ് ഇതിന്റെ ഒരു അടുത്ത നെക്സ്റ്റ് മൂവ് എന്താന്ന് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഇനി പബ്ലിക് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. അപ്പൊ ഞാൻ ഇനി ഇത് ആര് ഫോൾസ് വരുന്ന ആളുകൾക്കും ഇതൊരു മാതൃകയാവണം. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനെ വളരെ ശക്തമായിട്ട് ഇതിനെ മുന്നോട്ട് നീങ്ങാനും നിയമ നടപടിക്ക് പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊച്ചിയിലൂടെ ഉള്ളത്. തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ തന്നെ പോയി ഇതിന്റെ ഒരു ആൻസർ കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം. അപ്പൊ എന്തായാലും ഈ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. ഇത് എന്ത് തന്നെയായാലും നമ്മുടെ നിയമം പറയുന്ന പോലെ ഒരു നിരപരാധി പോലും നിയമവ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് ഒരു പ്രൈം നീഡ്. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് നമുക്കൊക്കെ സാധിക്കട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും എന്നെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ചതിനും നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനും നല്ലൊരു ടൈമിംഗ് ആണ്. താങ്ക് യു സോ മച്ച്.